കുറച്ച് മല്ലികത്തൈ കിട്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ അത് നടാൻ വേണ്ടിയിട്ട് നിൽക്കണം. എന്തായാലും നടുന്ന മുന്നേ ആയിട്ട് നമ്മൾ സ്യൂഡോമോണസ് ലായനിയിൽ കുറച്ച് നേരം മുക്കി വെച്ച് തൈകൾക്ക് കേടൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ നല്ലതാണ്. അപ്പോൾ നമ്മൾ എന്ത് തൈകൾ വെക്കുമ്പോഴും അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ സ്യൂഡോമോണസിൽ ഒരു ഏകദേശം അരമണിക്കൂർ മുക്കി വെച്ചിട്ട് നമ്മൾ ഗ്രോ ബാഗിൽ നമ്മളെയൊക്കെ നിറച്ച് സെറ്റാക്കി അടിയിൽ അതിന്റെ മേലായിട്ട് നമ്മുടെ ഈ മിക്സ് ഇടുന്നുണ്ട്. മിക്സ് എന്ന് പറഞ്ഞാൽ മണ്ണുണ്ട്, പിന്നെ ചകിരിച്ചോറുണ്ട്, പിന്നെ അതിൽ കുറച്ച് ചാണകപ്പൊടി, താഴെ ആ ചമ്മലായിട്ട് അതിന്റെ മേലെ ഇങ്ങനെ മണ്ണിടുകയാണ്. ഏകദേശം അതിങ്ങനെ ഫില്ല് ചെയ്ത് അതിന്റെ മേലെ വീണ്ടും ഒരു ലെയർ പോലെ മണ്ണിട്ടിട്ട് അതിൽ നമ്മളിങ്ങനെ നടുകയാണ് കേട്ടോ നമ്മുടെ മല്ലിക തൈ. അപ്പൊ ഏകദേശം ഒരു 15 ഗ്രോ ബാഗ് നമ്മൾ ഇതേപോലെ സെറ്റ് ആക്കി വെച്ച് ഏകദേശം അതിലുള്ള തൈ നടാ. ബാക്കി നമ്മൾ വേറെ എവിടെയെങ്കിലും മണ്ണിൽ എവിടെയെങ്കിലൊക്കെ കുത്തി വെക്കാന്ന് വെച്ചു. എന്തായാലും ഇതാ ഗ്രോ ബാഗ് ഒക്കെ റെഡിയായി. മക്കളും ഉണ്ട് നമ്മളെ കൂടെ. എന്ത് കാര്യത്തിൽ നമ്മൾ മക്കളെയും കൂടെ കൂട്ടാറുണ്ട്. അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഒന്നാമത് ആ മൊബൈലിൽ ഇരിക്കുന്ന ടൈം കുറഞ്ഞു കിട്ടും. ഇങ്ങനത്തെ ഇൻട്രസ്റ്റ് ആകുമ്പോഴേ അതിന്റെ ആ പ്രോസസ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കി കണ്ടിട്ടും അതിന്റെ പ്രോഗ്രസ് ഒക്കെ നോക്കിയിട്ടും അത് നമുക്ക് പൂവിടുമ്പോഴൊക്കെ അങ്ങനെ കണ്ടിട്ട് ആസ്വദിക്കാമല്ലോ അവർക്കും. അങ്ങനെ അതേ നല്ല ഗ്രോത്ത് ഉള്ള തൈകൾ ഇങ്ങനെ നോക്കിയെടുക്കുക കേട്ടോ. അത് എല്ലാം കൂടി കൂട്ടായിട്ടായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ വേറെ വേറെ ആക്കിയിട്ട് നമ്മൾ ആ ഗ്രോ ബാഗിൽ നടുകയാണ്. സെൻട്രലായിട്ട് അങ്ങനെ നടുകയാണ്. അപ്പോൾ ഫസ്റ്റൊക്കെ നമ്മൾ ഓരോന്ന് തൈകളായിട്ട് നട്ട് ലാസ്റ്റ് എത്തിയപ്പോൾ ചിലതിൽ 2 എണ്ണമൊക്കെ ആയിട്ട് നട്ടിട്ട് 2 സൈഡിലൊക്കെ ആയിട്ട്. എന്തായാലും നമ്മൾ എല്ലാ ഗ്രോ ബാഗിലും തൈകൾ നട്ട് ഏകദേശം ഒരു 3 ദിവസം കഴിഞ്ഞിട്ടുള്ള സ്റ്റാറ്റസ് ആണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. ഇതിന്റെ ഗ്രോത്ത് കാണിക്കുന്ന പോലെ പൂവൊക്കെ ഇടുന്ന വീഡിയോ നമുക്ക് പിന്നെ നമ്മൾ കാണിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്തേക്ക്. നമ്മുടെ പുതിയ വീഡിയോസ് കിട്ടാൻ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.